കലിപ്പൻ മാഷിന്റെ ആമ്പൽപ്പൂവ്. രചനാവതരണം നന്ദു കൃഷ്ണ. പതിഞ്ഞ ശബ്ദത്തിൽ ഇത്തിരി പോന്ന ചുണ്ടിലൂടെ കേട്ടത് കാറ്റാണോ എന്നുള്ള സംശയത്തിൽ ഏതൻ അവളെ ഒന്ന് നോക്കി. എന്താ? എന്റെ കിങ്ങിണിക്കുട്ടീനെ മാഷ് കൊണ്ടുപോയി കളഞ്ഞോ? കിങ്ങിണിക്കുട്ടിയോ? അതിപ്പോ ആരാ കൊണ്ടുപോയി കളയാൻ വേണ്ടിയിട്ട്? അവളുടെ കണ്ണുകൾ ചുരുങ്ങുന്നതും ചുണ്ട് കൂർക്കുന്നതും ഒപ്പം ദേഷ്യത്തിൽ ആ മുഖമാകെ ചുവക്കുന്നതുമൊക്കെ ഒട്ടൊരു സന്തോഷത്തോടെ നോക്കി നിന്നുകൊണ്ടവൻ വലത് കൈയിലേക്ക് താടി കുത്തി അവളുടെ മുഖത്തേക്ക് നോക്കി. ആഹാ, ഇത് കൊള്ളാലോ. ഇവൾക്ക് ഇങ്ങനെയുള്ള ഭാവങ്ങളും വരുമോ? കരഞ്ഞും കണ്ണു നിറച്ചും മാത്രം കണ്ടവന് ഇതൊക്കെ പുതിയ കാഴ്ചകളായിരുന്നു. അത് സാറേ. രമ്യ! ഏതനോട് കാര്യം വിശദീകരിക്കാൻ പോയ രമ്യയെ ആരോ പിന്നിൽ നിന്ന് വിളിച്ചു. രമ്യ! ഒന്നൂടെ ഉച്ചത്തിൽ വിളിച്ചതും അവൾ വേഗം തിരിഞ്ഞു നോക്കി. നിന്റെ അമ്മേ, കാലൻ! തിരിഞ്ഞു നോക്കിയവൾ ഒറ്റ നിമിഷം കൊണ്ട് മുഖം വെട്ടിച്ച് മുന്നിലേക്ക് നോക്കിയതും നാക്കിൽ നിന്നറിയാതെ ആ വാക്ക് വീണുപോയിരുന്നു. കാലനോ? ആരെയാ രമ്യ വിളിച്ചത്? രമ്യയെ പിന്നിൽ നിന്ന് വിളിച്ചത് ആരാണെന്ന് കണ്ടതും അതുവരെ പുഞ്ചിരിയോടെ ഇരുന്നവന്റെ മുഖം പെട്ടെന്ന് മാറി. കാലനോ? താൻ വിളിച്ചത് മുന്നിലിരുന്നവൻ വ്യക്തമായി കേട്ടെന്ന് മനസ്സിലായെങ്കിലും എന്തോ സമ്മതിക്കാൻ വയ്യാതെ അവൾ തിരുത്തി. കാക്കയല്ല നിന്നെ വിളിച്ചത്, മഹേഷ് സാറാണ്. എന്തേ, തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടില്ലേ? കണ്ടു. വല്ലാത്തൊരു ഭാവത്തോടെ അവൾ തല വെട്ടിച്ചു. എങ്കിലും വിളിച്ചതല്ലേ, എന്താ കാര്യമെന്ന് ചോദിച്ചിട്ട് വാ. അതിപ്പോ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. മുഖം വീർപ്പിച്ച് കണ്ണു വെട്ടിച്ചുകൊണ്ട് അവൾ എവിടെയോ നോക്കി. വീണ്ടും നിനക്ക് എംപോസിഷൻ കിട്ടിയോ? അത് ചോദിക്കുമ്പോൾ കുറച്ചു മുന്നേ അവളിൽ നിന്ന് നഷ്ടമായ പുഞ്ചിരി അറിയാതെ പിന്നെയും മടങ്ങി വന്നിരുന്നു. പെണ്ണത് കേട്ടതും ഒപ്പം അവന്റെ ചിരി കൂടി കണ്ടതും ആകെ ദേഷ്യത്തിൽ ഏതനെ നോക്കി. ഇതിപ്പോ എന്നെ നോക്കിയിട്ട് എന്തിനാ? നീ പഠിക്കാതെ വന്നിട്ടല്ലേ എംപോസിഷൻ കിട്ടിയത്? അതെ, പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. പഠിപ്പിക്കാൻ അറിയാത്ത സാറന്മാർ പഠിപ്പിച്ചാൽ കുട്ടികൾക്ക് എംപോസിഷൻ കിട്ടും. അത് കുട്ടികളുടെ കുഴപ്പമല്ല, പഠിപ്പിക്കുന്ന മാഷിന്റെ പ്രശ്നമാണ്. ഓഹോ, അങ്ങനെയാണോ? മഹേഷ് സാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ ഈ കാര്യം നേരിട്ട് പറഞ്ഞേക്കാം. അയ്യോ എന്റെ പൊന്ന് സാറേ, അല്ലേൽ തന്നെ അങ്ങയുടെ എംപോസിഷൻ എഴുതി എന്റെ കൈ തേഞ്ഞു. ഇനി ഇതുകൂടിയായ പിന്നെന്നെ തെക്കോട്ടെടുത്താൽ മതി. അപ്പോഴേക്കും ഗായത്രി മിസ്സിനോട് കാര്യം പറഞ്ഞ് മഹേഷ് സാർ അവർക്കരികിലേക്ക് വന്നിരുന്നു. എന്താ രമ്യ, വിളിച്ചാ വരാൻ ഇത്രയും മടി? മടിയൊന്നുമില്ല സർ. സർ ഗായത്രി മിസ്സിനോട് കാര്യം പറയുകയല്ലായിരുന്നോ? അതുപോലെ ഏതൻ സർ ഞങ്ങളോട് നോട്ട്സിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നതാ. അതാ ഞാൻ പെട്ടെന്ന് വരാതിരുന്നത്. സോറി സർ. ഈ പറഞ്ഞതൊക്കെ നേരാണോ ഏതൻ? മഹേഷ് സാർ പെട്ടെന്ന് തിരിഞ്ഞു എന്ന് ചോദിച്ചതും രമ്യ ആണെന്ന് പറയാൻ വേണ്ടി അവനെ ദയനീയമായി നോക്കി. ഏതൻ അതുപോലെ ഒന്ന് തലയാട്ടിയതും മഹേഷ് അവരെ തിരിഞ്ഞു നോക്കി. താൻ ഇന്നലെ തന്ന എംപോസിഷൻ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല സർ, എടുത്തിട്ട് വരാം. ഇനിയിപ്പോ എടുക്കണ്ട, ഫൈനൽ ബെൽ ഇപ്പോൾ അടിക്കുമല്ലോ. ഞാൻ അതിനി ക്ലാസ്സിൽ വന്നിട്ട് നോക്കിക്കോളാം. പറഞ്ഞു തീരുകയും ലാസ്റ്റ് ബെൽ അടിക്കുകയും ചെയ്തത് ഒരുപോലെ ഇരുന്നു. ദാ ബെല്ലടിച്ചത് കേട്ടില്ലേ? രണ്ടുപേരും ക്ലാസ്സിലേക്ക് പോകാൻ നോക്ക്. ആദ്യത്തെ അവർ ക്ലാസ് ഉണ്ടായിരുന്ന ഷീല ടീച്ചർ രണ്ടുപേരോടും പറഞ്ഞതും അവർക്ക് തിരിച്ചു പോകാതെ നിവർത്തിയില്ലെന്നായി. ഇതിനിടയിലെല്ലാം താൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി കൊടുക്കാത്ത ഏതനിൽ മാത്രമായിരുന്നു ആമ്പലിന്റെ കണ്ണുകൾ. ഈ കളിച്ചിരികൾക്കിടയിലും ഏതൻ അത് കാണുന്നുണ്ടായിരുന്നു. ദാ മിസ് ഇറങ്ങുന്നു, ആമ്പൽ നമുക്കും പോകാം. പക്ഷെ എന്റെ കിങ്ങിണി. എന്റെ പൊന്നാമ്പലേ, ദൈവത്തെ ഓർത്ത് കണ്ണു നിറയ്ക്കല്ലേ. ഇന്റർവെൽ നേരത്തെ നമുക്ക് ഒന്നുകൂടി വരാം ഇവളെ. അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് ക്ലാസ്സിലേക്ക് നടക്കുന്നതിന് രമ്യ പറയുന്നുണ്ടായിരുന്നു. മൂന്നാമത്തെ നിലയിലേക്കുള്ള സ്റ്റെപ്പിൽ കാലെടുത്തു വെച്ചതും ആമ്പൽ രമുവിന്റെ കയ്യിൽ പിടിച്ചു നിർത്തി. രമു, നീ ക്ലാസ്സിലേക്ക് വെക്കോ, ഞാനിപ്പോ വരാം. ചോദ്യവും പറച്ചിലും ഒന്നുമില്ലാതെ ആമ്പൽ തിരിഞ്ഞ് സെക്കൻഡ് ഫ്ലോറിലേക്ക് ഓടി. +1 ബാച്ചിന് ക്ലാസ് എടുക്കാൻ പോകാൻ വേണ്ടി സ്റ്റാഫ് റൂമിൽ നിന്ന് ഇറങ്ങിയവന്റെ മുന്നിലേക്ക് പെട്ടെന്ന് അവൾ ചെന്നതും ഓട്ടത്തിന്റെ ആയത്തിൽ പെണ്ണ് വല്ലാതെ ആയിച്ചുപോയി. അമലു! നെഞ്ചിൽ കൈവച്ച് ശ്വാസം വലിച്ചെടുക്കുന്നവളെ വല്ലാത്ത വെപ്രാളത്തോടെയാണ് അവനും നോക്കിയത്. അമലു, ആർ യു ഓക്കേ? ഇത്തിരി നേരം കഴിഞ്ഞിട്ടും തല ഉയർത്താതെ ശ്വാസം വലിച്ചെടുക്കുന്നവളെ കാണുന്ന ടെൻഷനിൽ അവൻ പിന്നെയും ചോദിച്ചു. ക്ലാസ്സിലേക്ക് ടീച്ചർ പോയല്ലോ, പിന്നെന്താ നീ? എന്റെ കിങ്ങിണിയെ കൊണ്ടുപോയി കളഞ്ഞോ? ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചു. ഭഗവാനെ, ഈ കൊച്ചിന് പൂച്ചയെന്ന് വെച്ചാൽ ഇത്രയും ഭ്രാന്തുണ്ടോ? കൊണ്ട് കളഞ്ഞില്ലെന്ന് ഞാൻ പറഞ്ഞാൽ അമലു സമാധാനത്തോടെ ക്ലാസ്സിൽ പോയിരിക്കുമോ?
എങ്കിൽ ഞാനതിനെ കളഞ്ഞിട്ടില്ല, വീട്ടിലുണ്ട്. കയ്യിലിരുന്ന ബുക്ക് മുന്നിലേക്ക് പിടിച്ച് കണ്ണിൽ നോക്കി കുഞ്ഞൊരു പുഞ്ചിരി ചിരിച്ച് മീശത്തുമ്പിൽ ഒളിപ്പിക്കാൻ പറഞ്ഞതും അവളുടെ മുഖം പൂർണ്ണചന്ദ്രനെ പോലെ വിടർന്നു. ഇത്രയും നേരം ആ കണ്ണിലുണ്ടായിരുന്ന സങ്കടവും വിവശതയും ഒക്കെ മാറി അവിടെ 1000 നക്ഷത്രങ്ങൾ വിരിഞ്ഞു വരുന്നതായി തോന്നിയവന്. താങ്ക്സ്. മനോഹരമായൊരു പുഞ്ചിരി നൽകി അവനോടത് പറഞ്ഞുകൊണ്ട് അവൾ തിരിച്ച് ക്ലാസ്സിലേക്ക് ഓടി. ഇങ്ങനെ ഒരു കുട്ടി ഒരു പൂച്ചക്കുഞ്ഞിനു വേണ്ടി കരഞ്ഞോണ്ട് നടക്കുന്നു. ഇതിനെ എന്ത് ചെയ്യും ദൈവമേ? പുഞ്ചിരിയോടെ തന്നെ മനസ്സിൽ ഓർത്തുകൊണ്ട് അവൻ ക്ലാസ്സിലേക്ക് പോയി. അത് സാറ് പറഞ്ഞത് പൂർണ്ണമായി അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. വൈകുന്നേരം വീട്ടിലേക്ക് നടക്കും വഴിയാണ് രമ്യയുടെ പുതിയ കണ്ടുപിടുത്തം. അതെന്താ? 3 പേരും ഒരുപോലെ ചോദിച്ചെങ്കിലും അതിൽ വെപ്രാളം നിറഞ്ഞ ശബ്ദം ആമ്പലിന്റെ ആയിരുന്നു. അല്ല, സാർ പറഞ്ഞത് എങ്ങനെയാ? അതിനെ ഞാൻ കൊണ്ടുപോയി കളഞ്ഞില്ലെന്ന് പറഞ്ഞാൽ നിനക്ക് സമാധാനത്തോടെ ക്ലാസ്സിരിക്കാൻ പറ്റുമെങ്കിൽ കളഞ്ഞില്ലെന്ന്, അല്ലേ? അപ്പോ അതിന്റെ അർത്ഥമെന്താ? അതിന് പ്രത്യേകിച്ച് ഒരർത്ഥവുമില്ല. എന്റെ രമ്യ, നീ ചുമ്മാ അടങ്ങിയിരിക്കുന്നുണ്ടോ? ഞാൻ അടങ്ങിയിരുന്നോളാം. പക്ഷേ ഇനി നാളെ അവിടെ ചെല്ലുമ്പോൾ ഇവള് ക്ലാസ്സിൽ സ്വസ്ഥമായിട്ടിരിക്കാൻ വേണ്ടി ആ പുള്ളി കള്ളം പറഞ്ഞെന്നെങ്ങാനും അറിയണം. എനിക്കത്രേ പറയാനുള്ളൂ. ഇത്തിരി ദേഷ്യത്തോടെ 3 പേരെ നോക്കിക്കൊണ്ട് രമ്യ അവളുടെ വീടിന്റെ വഴിയിലേക്ക് തിരിഞ്ഞു. എന്റെ കിങ്ങിണിയെ കളഞ്ഞു കാണുമോ? ദാ തുടങ്ങി. എന്റെ പൊന്നാമ്പലെ, ആ പെണ്ണ് മഹേഷ് സാറിനുള്ള ദേഷ്യമായിരിക്കും എല്ലാവരോടും ഈ കൊട്ടിത്തീർക്കുന്നത്. ഇമ്പോസിഷനിൽ കള്ളത്തരം കാണിച്ച് അടി വാങ്ങിച്ചതിനൊക്കെ ബാക്കിയുള്ളവർ കൂടി അനുഭവിക്കണമെന്നുള്ള അവസ്ഥയാണിപ്പോ. നൗഫി പറ്റുന്ന വിധമൊക്കെ അവളെ ആശ്വസിപ്പിച്ചപ്പോൾ നാളെ അവിടെ പോയി ആ പൂച്ചയെ അവൾക്ക് കാണിച്ചു കൊടുക്കും എന്ന വലിയ വാഗ്ദാനമാണ് ആസി കൊടുത്തത്. ശരിക്കും കാണിക്കുമല്ലോ അല്ലേ? കാണിക്കാമടി കൊച്ചേ, നീ സമാധാനത്തിൽ പോ. ഇവളെന്താടാ ആസി ഇത്രയും പാവമായി പോയേ? ഒരു പൂച്ചക്കുഞ്ഞിന് വേണ്ടിയാണ് ഈ കരച്ചിലും ബഹളവുമൊക്കെ. നമുക്കാടാ നൗഫി അത് വെറുമൊരു പൂച്ചക്കുഞ്ഞ്. അവൾക്കത് എന്നെയും നിന്നെയും രമുവിനെ പോലെയൊക്കെ ഒരുപാട് പ്രിയപ്പെട്ട ആരോ ആണ്. നമുക്കെന്തെങ്കിലും പറ്റിയാൽ അവൾ സഹിക്കുമോ? ഇതും അതുപോലെയുള്ളൂ. ചെമ്മൺ പാതയിലൂടെ ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കി പോകുന്നവളെ അത്രയും സ്നേഹത്തോടെ കൂട്ടുകാർ നോക്കി നിന്നു. രാമനാമ കീർത്തനം കഴിഞ്ഞപ്പോൾ ഇഷ്ടദൈവമായ ഗണേശന്റെ സ്തുതി അത്രയും മനോഹരമായി ചൊല്ലിയവൾ വിളക്കിലേക്ക് നോക്കി തൊഴുതു. ഒപ്പം ഗജാനന സ്തുതി ഒന്നുകൂടി ചൊല്ലിയാണ് എഴുന്നേറ്റത്. വിളക്കിലേക്ക് തൊഴുതെഴുന്നേൽക്കുമ്പോൾ അത് മനസ്സ് മുഴുവൻ കുഞ്ഞിയായിരുന്നു. എന്റെ ഭഗവാനെ, അതൊരു പാവം പൂച്ചക്കുഞ്ഞാണ്. സാറിനൊഴിച്ച് ആ വീട്ടിലെല്ലാവർക്കും അതിനെ ഭയങ്കര ഇഷ്ടാ. പക്ഷേങ്കിൽ സാറ് വേണ്ടെന്ന് പറഞ്ഞാൽ ടീച്ചറമ്മ ആ പൂച്ചയെ വേണ്ടാന്ന് വെക്കും. ഇന്നിപ്പോ സാർ അതിനെ കൊണ്ടുപോയി കളഞ്ഞില്ലെന്നൊക്കെയാ പറയുന്നത്. പ്ലീസ്, കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ടാവില്ലേ അവളെ? അങ്ങനെ കളയാതെ ഞാൻ രാവിലെ ചെല്ലുമ്പോൾ എന്റെ കിങ്ങിണി അവിടെ ഉണ്ടെങ്കിൽ ഞാൻ ശരിക്കും മോദകം നേർച്ച തരാട്ടോ. പ്ലീസ്. കഴിഞ്ഞ 2 ദിവസമായി ഞാൻ ഇത് തന്നെയല്ലേ നിന്നോട് പറയുന്നത്? ഇന്ന് ഞാൻ ക്ഷേത്രത്തിൽ വന്നപ്പോഴും ഇത് പറഞ്ഞതല്ലേ? കേട്ടൂടെ നിനക്ക്? പ്ലീസ് പ്ലീസ്, എന്റെ കിങ്ങിണിയെ കളയാനുള്ള തോന്നലൊന്നും ഹരൻമാഷിന്റെ മനസ്സിൽ വരല്ലേ. നീ പോയി ആളുടെ ഉള്ളിലിരുന്ന് അങ്ങനത്തെ ചിന്തയൊക്കെ ഒന്ന് എടുത്ത് പുറത്തേക്ക് കളഞ്ഞേക്കണേ. പ്ലീസ് പ്ലീസ്. ഞാൻ ഇനി വേറൊന്നും ചോദിക്കില്ല. എന്റെ എന്റെ ഈ ഒരു ആഗ്രഹം സാധിച്ചു തന്നാൽ. അവൾ ഇത്തിരി നേരം ആലോചിച്ചു. എന്റെ പുതിയ ആ റെഡ് ചുരിദാർ ഇല്ലേ, അന്നിട്ടപ്പോൾ എല്ലാവരും ഭംഗിയാണെന്ന് പറഞ്ഞ ചുരിദാർ, അതിനി ഞാൻ ഇടില്ല. അറിയാമല്ലോ എനിക്കത് എന്തോരം ഇഷ്ടപ്പെട്ട ചുരിദാറാണെന്ന്. എന്നിട്ടും ഞാനത് വേണ്ടാന്ന് വെക്കുക. അതുകൊണ്ട് പ്ലീസ് എന്റെ കിങ്ങിണി പൂച്ച അവിടെ ഉണ്ടാവണേ. തന്റെ ഏറ്റവും പ്രിയപ്പെട്ട പൂജയ്ക്കായി അവൾ പിന്നെയും പിന്നെയും ഭഗവാനോട് പ്രാർത്ഥിച്ച് കണ്ണു തുറക്കുമ്പോഴാണ് മുന്നിൽ അച്ഛൻ കൈകൂപ്പി നിൽക്കുന്നത് കാണുന്നത്. കടയിൽ നിന്ന് വന്ന വേഷം തന്നെയാണ്. കൈയും കാലും മുഖവും കഴുകിയിട്ട് തൊഴുതു പ്രാർത്ഥിക്കുന്ന അച്ഛനോടൊപ്പം അവൾ പിന്നെയും കൈകൂപ്പി നിന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞെങ്കിൽ വിളക്ക് അകത്തേക്ക് വെച്ചോട്ടോ അമ്പു. അകത്തു നിന്ന് അമ്മ വിളിച്ചു പറഞ്ഞപ്പോൾ ആദ്യം നോക്കിയത് അച്ഛനെയാണ്. കുറച്ച് കഴിഞ്ഞു വെക്കാം, അച്ഛൻ കാണും ഉമ്മറത്ത്. സാധാരണ വരുന്ന വഴിക്ക് തന്നെ കുളിച്ചിട്ടാണ് പുറത്തേക്ക് വരിക. ഇതിപ്പോ നേരത്തെ വന്നതായതുകൊണ്ട് കുറച്ചു നേരം ഇരുന്നിട്ടാകും ഇനി കുളിക്കാൻ പോവുക. അകത്ത് ചെന്ന് അമ്മയോട് അച്ഛൻ വന്നു പറയുന്നതിനൊപ്പം തന്നെ അവൾ ചായ ഇടാനുള്ള പാത്രം സ്റ്റൗവിലേക്ക് വെച്ചിരുന്നു. എന്താ നേരത്തെ വന്നേന്ന് വല്ലതും പറഞ്ഞോ അമ്പു? ഇല്ലെന്ന് വെറുതെ തലയാട്ടി. ഏലക്ക ഇട്ട ചായയിൽ അല്പം ഇഞ്ചി കൂടി ചതച്ചിടുന്നത് അച്ഛൻ ഇഷ്ടമാണ്. ആ ചായയുമായി ഉമ്മറത്തേക്ക് ചെല്ലുമ്പോൾ അച്ഛൻ ചാരുകസേരയിൽ നീണ്ടു നിവർന്ന് കിടക്കുന്ന കണ്ടു.
തൊട്ടടുത്ത് തന്നെ അമ്മയും. രണ്ടുപേരെയും ഒന്ന് നോക്കി അച്ഛൻ അരികിലേക്ക് ചെന്ന് ചായ കൊടുത്തു തിരിഞ്ഞതും അമ്മയുടെ പിൻവിളി എത്തി. മോൾക്ക് 2 ദിവസം ലീവെടുക്കാൻ പറ്റുമോ? അവള് അമ്മയെ എന്തെന്നുള്ള രീതിയിൽ നോക്കി. അച്ഛമ്മയുടെ ചേച്ചിക്ക് ഒട്ടും വയ്യെന്ന് പറഞ്ഞ് അച്ഛനെ വിളിച്ചിരുന്നുവെന്ന്. അവിടെ വരെ പോയി ഒന്ന് കാണാനാ. മോളും കൂടി ഒപ്പമുണ്ടെങ്കിൽ സമാധാനമാണ്. അത് പിന്നെ അമ്മേ, എപ്പോഴാ പോവണ്ടേ? എന്താ മോളെ? സംശയത്തിൽ ചോദിക്കുന്നവൾക്കരികിലേക്ക് ചെന്നു മഞ്ജു. നാളെയും മറ്റന്നാളും ഫിസിക്സിന്റെ ലാബുണ്ടെന്ന് പറഞ്ഞിരുന്നു. ആരും ലീവ് എടുക്കില്ലെന്നും പ്രത്യേകം ഓർമ്മിപ്പിച്ചായിരുന്നു. മോൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് പോയിട്ട് വരാം മഞ്ജു. ചായ കുടിച്ച ഗ്ലാസ് അമ്മയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് അശോകൻ എഴുന്നേറ്റു. ഫിസിക്സ് സ്കൂളിൽ പഠിപ്പിക്കുന്നത് ടീച്ചറുടെ മോനല്ലേ? അതിനോടൊന്ന് ചോദിച്ചാൽ പിന്നെയാണെങ്കിലും മോൾക്ക് പറഞ്ഞു തരത്തില്ലേ? ഇതിപ്പോൾ ജീവനോടെ ഉള്ളപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ മരിച്ചിട്ട് പോയിട്ട് എന്തിനാ? മഞ്ജുമ്മ അച്ഛനെയും മോളെയും നോക്കി ചോദിച്ചതും രണ്ടുപേരും മറുപടിയില്ലാതെ നിന്നു. ഒരു കാര്യം ചെയ്യാം, നാളെ മോൾ ട്യൂഷന് പോകുമ്പോൾ അശോകേട്ടനും കൂടി ഒപ്പം ചെല്ല്. ആ കൊച്ചനെ കണ്ടിട്ട് കാര്യം പറഞ്ഞു നോക്ക്. അത് പിന്നീട് പഠിപ്പിച്ചു കൊടുക്കുമെന്നാണെങ്കിൽ നമുക്ക് രാവിലെ തന്നെ പോയിട്ട് വരാം. എന്താ? ചോദ്യം പോലെ അശോകനോട് ചോദിച്ചതും അദ്ദേഹത്തിന്റെ കണ്ണുകൾ പിന്നെയും വന്നു നിന്നത് മകളിലാണ്. അവൾ അദ്ദേഹത്തെ നോക്കി വെറുതെ തലയാട്ടി. ഇപ്പോ ഇതിനെപ്പറ്റിയൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. നാളെ ആവട്ടെ. ഞാൻ ഒന്നുകൂടി അവളെ വിളിച്ചു ചോദിച്ചിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ലീവ് എടുത്താൽ മതി കേട്ടോ. അച്ഛനെ നോക്കി പിന്നെയും തലയാട്ടി അവൾ അകത്തേക്ക് പോയി. മോൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ മഞ്ജു? വിഷമമോ? അവരൊന്ന് അമ്പരന്നു. ഞാൻ കേറി വരുമ്പോൾ കുറെ നേരം കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന കണ്ടു. എന്തൊക്കെയോ ചുണ്ടിലിട്ട് പിറുപിറുക്കുന്ന കണ്ടിട്ട് ചോദിച്ചതാ. ഇന്ന് രാവിലെ ക്ഷേത്രത്തിൽ പോയപ്പോഴും ഇതുപോലെ പ്രാർത്ഥിക്കുന്ന കണ്ടു. എന്താ? എന്തേലും കാര്യമുണ്ടോ? ഓ, രാവിലെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച കാര്യമാണോ? അതൊന്നും പറയാതിരിക്കുന്നത് അശോകേട്ടാ ഭേദം. ഒരു ചിരിയോടെ മുറിയിലേക്ക് എത്തിയവർ അയാൾ അയച്ചു കൊടുത്ത ഷർട്ട് കയ്യിലേക്ക് വാങ്ങിച്ചു. നമ്മുടെ ടീച്ചറുടെ വീട്ടിലെ പൂച്ച പെറ്റെന്നോ 8ഓ 10ഓ ഉണ്ടെന്നോ ഒക്കെ പറയുന്നുണ്ടായിരുന്നു കുഞ്ഞുങ്ങൾ. ഇവിടുത്തെ ആശാട്ടിക്ക് അതിലൊരു പൂച്ചക്കുഞ്ഞിനെ ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. അവളും ആ വീട്ടിലെ പയ്യനില്ലേ? ആര്? ഇവളുടെ സാറോ? ഏയ് അല്ല, അന്ന് നമ്മൾ കണ്ട കൊച്ചൻ. എന്തായിരുന്നു പേര്? വസുദേവ്. ആ പയ്യനും കൂടി ചേർന്ന് അവർക്ക് പേരൊക്കെ ഇട്ടായിരുന്നു. എന്നിട്ടിപ്പോ എന്തായി? കാര്യമറിയാനുള്ള ആകാംക്ഷയിൽ അയാൾ കൈലി ഉടുത്തുകൊണ്ട് അവർക്കരികിലേക്ക് ചെന്നിരുന്നു. അതിപ്പോ ആ പഠിപ്പിക്കുന്ന കൊച്ചനില്ലേ, ഇവളുടെ സാറ്. ആ പയ്യന് ഈ പൂച്ചയും പട്ടിയും ഒന്നും ഇഷ്ടമല്ല. കഴിഞ്ഞ ദിവസം എങ്ങാണ്ട് പൂച്ച ക്ലാസ്സിൽ കയറി പിള്ളേർക്കിടയിൽ കൂടി ഓടിയെന്നോ മറ്റോ പറഞ്ഞ് അവൻ അതിനെയെല്ലാം കൂടി കൊണ്ടു കളയാണെന്ന് പറഞ്ഞെന്ന് പോലും. അത് കേട്ടപ്പോൾ മുതൽ ഇവിടെ തുടങ്ങിയ കരച്ചിലും വെപ്രാളമാണ്. ഇന്നിപ്പോൾ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചും ഈ പ്രാർത്ഥിച്ചുമൊക്കെ ആ പൂച്ചയെ ആ ചെക്കൻ കളഞ്ഞിട്ടുണ്ടാവല്ലേ എന്ന് വല്ലതുമായിരിക്കും. മനുഷ്യന്മാർക്ക് ഇവിടെ കാക്കത്തൊള്ളായിരം പ്രശ്നങ്ങളാണ്. പക്ഷെ അശോകന്റെ മോളുടെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോ ആ പൂച്ചയാ. ചിരിച്ചും കൊണ്ട് അവർ ഇറങ്ങിപ്പോയതും പുറത്തേക്കിറങ്ങിയ അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഹാളിൽ നിന്ന് പഠിക്കുന്ന മകളിലായിരുന്നു. അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.